രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നാണോ? നിങ്ങളിപ്പോൾ പറഞ്ഞ സംഘപരിവാർ വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നാണോ? എല്ലാ കരയോഗങ്ങളിലും ഉണ്ട് സംഘപരിവാറുകാരായ നായന്മാർ. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ 3-4 അലവലാദികൾ മാത്രമൊന്നുമല്ല. വേണമെങ്കിൽ ഈ 5000 കരയോഗങ്ങളുടെയും കണക്കെടുത്തോ. ശരി, താങ്കൾ ഗണേഷ് കുമാറിനെ എന്തായാലും ആട്രിബ്യൂട്ട് ചെയ്തല്ലോ. ഞാൻ അതിനോട് ശക്തമായി വിയോജിക്കുന്നു. ഗണേഷ് കുമാർ ആ പറഞ്ഞത് തെറ്റാണ്. 1 ആയാലും 2 ആയാലും 3 ആയാലും ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഉടനെ അലവലാതി എന്ന് വിളിച്ച് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയമായ ഒരു സംഘടിത സ്വഭാവത്തോടെയുള്ള ഒരു പ്രതിഷേധവുമല്ല അവിടെ നടന്നത്. അതിന് ജി സുകുമാരൻ നായർക്ക് വേണ്ടി കൂടി എല്ലാ നായന്മാർക്കും വേണ്ടി ആ പ്രതിഷേധം അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. ഇവിടെ ജി സുകുമാരൻ നായർക്കെതിരെ വരുന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് യുവതീ പ്രവേശന സമയത്തെടുത്ത ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിന് എന്തുകൊണ്ട് ഈ ജി സുകുമാരൻ നായർ അങ്ങോട്ടൊരു ഉപാധി വെച്ചില്ല? അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ ആ കേസുകൾ പിൻവലിക്കുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ അപ്പ ചെയ്തു കൊടുക്കും. ഒരു ഞൊടിയിടയിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സർക്കാരാണ് നിൽക്കുന്നത്. കാരണം NSS ഞങ്ങൾക്കൊപ്പമാണ്, NSSന്റെ നിലപാട് ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ലേഷിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും പിണറായി വിജയനായാലും VN വാസവനായാലും എല്ലാവരും ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. VN വാസവനുമായി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജി സുകുമാരൻ നായർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ AK ബാലൻ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു.